ഇന്ന് ചെറിയൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുരിങ്ങക്ക ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം ഞാൻ കട്ട് ചെയ്തു നേരത്തെ. ആ കട്ട് ചെയ്ത സമയത്ത് കറണ്ട് ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് വീഡിയോയിൽ കാണിക്കാനായിട്ട് പറ്റാതിരുന്നത്. അപ്പോൾ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ടിന് കട്ട് ചെയ്തിടുന്നുണ്ട്. പിന്നെ നേരത്തെ ഒരു വീഡിയോയിൽ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു വിരലുറയിട്ട് ഇതുപോലെ അരിയുമ്പോഴത്തേക്ക് കൈ മുറിയത്തില്ലെന്ന്. പക്ഷേ വിരലുറയിട്ട് അരിയുമ്പോഴത്തേക്ക് എനിക്കത് യഥം വരത്തില്ല കേട്ടോ. അപ്പോൾ അത് ഒരു വശമില്ലാത്തതിനെ കൊണ്ടാണ് പിന്നെ കയ്യിൽ വെച്ചിട്ട് നേരിട്ട് തന്നെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് മൊത്തത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു സവാള ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിലൂടെ കട്ട് ചെയ്ത് ചേർക്കുകയാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോയി വന്നിട്ടാണ് പിന്നീട് ഞാൻ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടത്. ഇതിപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തത്. ഉച്ചയ്ക്ക് കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലത്തതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ അങ്ങ് പോയി. അപ്പോൾ രാത്രിയിൽ കഴിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇത് കട്ട് ചെയ്തെടുത്തത്. പിന്നെ നാരടങ്ങിയ ഭക്ഷണങ്ങൾ അധികം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ചോറ് കുറച്ച് കഴിക്കാൻ പറഞ്ഞു. ശരിക്കും വെള്ളമൊക്കെ കുടിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് ഫിസിയോതെറാപ്പിക്ക് പോകണം. പിന്നെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിരിക്കണം. ഇനിയിപ്പോൾ ഒരു സ്കാനിങ്ങും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് എടുക്കണം. ഇനിയിപ്പോൾ അതെല്ലാം ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ ഇതിൽ ഞാൻ ഒരു സവാള കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ടായിരുന്നു. ഒരു അര ഗ്ലാസ് വെള്ളം പോലും ചേർക്കുന്നില്ല കേട്ടോ. ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിന് വേണ്ടിയിട്ട് ഇതിൽ ചേർത്ത് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഉപ്പ് നീരും കൂടെ ചേർത്തിട്ടുണ്ട്. വെള്ളം കുറച്ച് ചേർത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുരിങ്ങക്കൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം വെച്ചിരിക്കണമെന്ന് വെച്ചാൽ അത്യാവശ്യം വെള്ളം അതിൽ ഉണ്ടല്ലോ. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങക്ക ഞാൻ അടുപ്പിൽ വെച്ചിട്ടില്ലായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചായ ഇട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോൻ ചായ ഇടുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരമാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്, നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടൊക്കെ വന്നതിന് ശേഷം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ആയുർവേദം നോക്കണ്ടെന്ന്. ആയുർവേദം നോക്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനങ്ങനെ ചോദിച്ചപ്പോഴേ ഇംഗ്ലീഷ് മരുന്ന് അധികം കഴിക്കുന്നതിനെ കൊണ്ട് ആയുർവേദം ഇതും കൂടെ ആകുമ്പോഴത്തേക്ക് ശരിയാവത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ആയുർവേദം നോക്കുന്നില്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് എന്താണ് വയ്യായ്കയെന്ന്. അപ്പോൾ ഒന്ന് പറയുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയതായിട്ട് കാണുന്നവർക്ക് അറിഞ്ഞൂടാ. പഴയ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടത് ബ്രസ്റ്റിൽ മാറി മാറി ഇങ്ങനെ മുഴകൾ വർഷം തോറും ഇങ്ങനെ വന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 3ാമത്തെ തവണയാണ് ഇപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബ്രസ്റ്റിൻ്റെ അടിഭാഗത്തോട്ടായിട്ടുണ്ടല്ലോ, ഉൾവശത്തോട്ടായിട്ടാണ് ആദ്യത്തെ മുഴ വരുന്നത്. അപ്പോൾ എനിക്ക് നല്ല നെഞ്ചുവേദന വന്നു. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞ് ഇതേ കണക്കാണ്, ചെറിയ ഒരു മുഴയായിട്ട് ഇങ്ങനെ ഉണ്ട്, തടുപ്പുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുത്തി പരിശോധനയൊക്കെ ചെയ്ത് എല്ലാ ടെസ്റ്റുകളും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ മാസം തോറും 6 മാസം കൂടുമ്പോഴത്തേക്ക് സ്കാനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഈ ഇടയ്ക്ക് വെച്ചിട്ട് എനിക്കിതുപോലെ നെഞ്ച് വേദന, പക്ഷേ എനിക്ക് വേദന ഉള്ള മുഴ ആയതിനെ കൊണ്ട് ഡോക്ടർ പറഞ്ഞ് 75% പേടിക്കേണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എല്ലാ മാസവും സ്കാനിങ് ചെയ്യണം. അതേപോലെ തന്നെ 2 ആഴ്ച കൂടുമ്പോഴത്തേക്കും 3 ആഴ്ച കൂടുമ്പോൾ ഡോക്ടർ പറയുമ്പോഴത്രയും പിന്നെ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്, മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് മുടങ്ങാതെ. അപ്പോൾ അതാണ് എനിക്ക് വയ്യായ്കയായിട്ട് ഇപ്പം ഞാൻ ഇങ്ങനെ കഴിഞ്ഞ നേരത്തെ ഉള്ളൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മരുന്നും പിന്നെ ഇപ്പോൾ ഈ നടുവേദന എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് മൊത്തത്തിൽ മരുന്ന് ഇപ്പോൾ കുറേ നാളുകൊണ്ട് ഇപ്പോൾ ഈ മരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബ്രസ്റ്റിൽ വേദന ഉള്ള മുഴയുണ്ട്, വേദന ഇല്ലാത്ത മുഴയുണ്ട്. എന്തെങ്കിലും ഒരു തടുപ്പോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കണം. നോക്കിയിട്ട് നമ്മൾ എന്തായാലും ഹോസ്പിറ്റലിൽ പോവുക, ഡോക്ടറെ കാണിക്കുക. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊന്നും ഞാൻ ഇതുപോലെ പോവാതെയൊക്കെ വെച്ചുകൊണ്ടിരുന്നു. പിന്നെ ആദ്യ ഘട്ടത്തിൽ എനിക്ക് 2018 ഇങ്ങനെ വയ്യാതായി, ഇങ്ങനെ അറിഞ്ഞ് കുറച്ച് നാൾ മരുന്ന് കഴിച്ച് അങ്ങനെ പിന്നീട് അതൊക്കെ ഒന്ന് മാറി കിട്ടിയതിന് ശേഷം പിന്നെ ഞാൻ പോക്കില്ലായിരുന്നു. പിന്നീട് വന്ന വേദനയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് മാറിയിട്ടാണ് രണ്ടാമത് വേറൊരു സൈഡിലോട്ടായത് കേട്ടോ. അപ്പോൾ അങ്ങനെ മാറി മാറിയാണ് വരുന്നത്. വേദനയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കണക്കൊന്നും അല്ല, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വേദനയാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലേബർ റൂമിൽ കയറുമ്പോഴത്തേക്കും നമുക്കൊരു സൈസ് വേദന വരുമ്പോൾ നമ്മുടെ ശരീരമൊക്കെ തളർന്ന് ഒരു വല്ലാത്തൊരവസ്ഥയിലൊക്കെ നമ്മൾ പോകുമല്ലോ, അതേപോലത്തെ ഒരു വേദനയാണ്. പലതരത്തിലുള്ള മുഴകളും പലതരത്തിലുള്ള വേദനയുണ്ട്. എനിക്ക് അത്യാവശ്യം നല്ല വേദനയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് എനിക്ക് പിടിച്ച് നിൽക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് എനിക്ക് ഈ ജോലിക്ക് പോകാൻ അങ്ങനെ ഒന്നും പറ്റാത്തതും. ഒരു വല്ലാത്തൊരവസ്ഥയിലൊക്കെ തന്നെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ എന്തായാലും വഴിയെ ഹോസ്പിറ്റലിൽ പോകുന്നതും എന്തൊക്കെയാണ് എൻ്റെ ശരീരത്തിൽ ഇതുപോലെ വന്നിരിക്കുന്ന ഈ അസുഖത്തെ പറ്റി എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അപ്പോൾ അതൊക്കെ എന്തായാലും ഞാൻ പറയാം കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും അടുത്ത മാസം ഇനിയിപ്പോൾ ചെക്കപ്പിന് പോകണം. ഈ ഇടയ്ക്കൊന്നും എനിക്ക് പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോഴും നമ്മളെ ചായയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് തോരത്തിനും കൂടെ ഇതിലോട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. തീ കിടക്കുവാണല്ലോ, അപ്പോൾ അതിൽ തന്നെ ഞാൻ വേവിച്ചെടുക്കുന്നു. ഗ്യാസ് ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. എന്തായാലും കുറച്ച് ദിവസം കൂടെ ഇങ്ങനെ പോട്ട് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഒത്തിരി അത്യാവശ്യ കാര്യങ്ങൾ നടക്കണം. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് ഗ്യാസ് എടുക്കാം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അത്യാവശ്യം നല്ല ഉണക്കാണല്ലോ, വിറകൊക്കെ ഉണ്ട്. പിന്നെ ഈ ചെറിയ അടുപ്പിൽ ഇപ്പോൾ വേവിച്ചെടുക്കാനായിട്ട് ചെറിയ പാത്രങ്ങളൊക്കെ വെച്ച് വേവിക്കാനായിട്ട് ഇപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല എളുപ്പമായി കേട്ടോ. പിന്നെ ചോറ് വയ്ക്കുന്നത് പുറത്ത് തന്നെ വയ്ക്കുന്നത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞിട്ടില്ലേ, വേദന എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും വേദന എടുക്കത്തില്ല. ഒരു ദിവസത്തിൽ ഒരു 2-3 തവണ. പിന്നെ അധികമായിട്ട് നമ്മൾ ടെൻഷനൊക്കെ അടിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് ഭയങ്കരമായിട്ടുള്ള വേദനയൊക്കെ വരുന്നത്.
അപ്പോൾ എന്തായാലും പോകെ പോകെ എന്താണെന്നൊക്കെ അറിയാൻ പറ്റും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഇപ്പോഴും എനിക്ക് നല്ല പേടിയൊക്കെ ഉണ്ടില്ലെന്നൊന്നും പറയുന്നില്ല. പിന്നെ എല്ലാവരും തരുന്ന ആ ഒരു സ്നേഹവും സപ്പോർട്ടും കൊണ്ടാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ഈ ചുറ്റുവട്ടത്തുള്ളവരും നമ്മളെ കൂടെ നിൽക്കുന്ന എൻ്റെ കൂട്ടുകാരും ഒക്കെ എല്ലാവരും പറയും പേടിക്കെടുക്കൊന്നും വേണ്ട, അങ്ങനെ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അവരൊക്കെ എന്നെ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ചിന്തയെല്ലാം വേറെ രീതിയിലൊക്കെയാണ് പോകണം കേട്ടോ. ഉള്ള കാര്യം ഞാൻ തുറന്ന് പറയാമല്ലോ. വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരുമോ, എൻ്റെ കൊച്ചുങ്ങൾ കിടക്കുന്നു അവരെ കാര്യങ്ങൾ, അങ്ങനെയൊക്കെ കുറേ ഞാൻ ചിന്തിച്ച് കൂട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് എന്നെ ഈ ഒരു കൂടുതൽ എന്നെ അസുഖത്തിലേക്ക് കൊണ്ട് എത്തിക്കുന്നതെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു വരുമാനം ഇതൊന്ന് കിട്ടുമെന്നുണ്ടെങ്കിൽ അതെനിക്കൊരു വലിയ ഉപകാരമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഇപ്പോൾ അത്യാവശ്യം ഇത്രയും ലക്ഷം പേരുണ്ട്. അപ്പോൾ എല്ലാവരും തരുന്ന സ്നേഹവും സപ്പോർട്ടും ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനും എന്തെങ്കിലും ഒരു വരുമാനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റണമെന്നുള്ള ഒരു ഇതെനിക്ക് മുന്നോട്ട് അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. പിന്നെ കറിവേപ്പില നമ്മളിങ്ങനെ അരച്ച് ചേർത്തെന്നും പറഞ്ഞും കൊണ്ട് അതിൻ്റെ ചുവയൊന്നും തോരത്തിന് ഒരു കറിക്കും വരത്തില്ല. ധൈര്യമായിട്ട് നമുക്ക് കറിവേപ്പില കൂട്ടാം. അപ്പോൾ കറിവേപ്പില അധികം കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക.